നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ചില പേരുകൾ നമ്മുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കും. അത്തരത്തിലൊരു പേരാണ് ഗോദ്റെജ്. ഒരു ചെറിയ പൂട്ട് കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ഒരു വലിയ ശക്തിയായി മാറിയ ഒരു സ്ഥാപനത്തിന്റെ കഥയാണിത്. എന്നാൽ ഈ കഥയ്ക്ക് കേവലം വിജയങ്ങളുടെ മാത്രം നിറമല്ല. അതിൽ വെല്ലുവിളികളും തർക്കങ്ങളും ചില വിവാദങ്ങളുമുണ്ട്. ഗോദ്റെജ് എന്ന സ്ഥാപനത്തിന്റെ ചരിത്രത്തിലൂടെയും അതിന്റെ ഇന്നത്തെ അവസ്ഥയിലൂടെയും ഭാവിയിലേക്കുള്ള യാത്രയിലൂടെയും കടന്നു പോകാനാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. 1897 അർദേഷിർ ഗോദ്റെജ് എന്ന പാഴ്സി ഓൺട്രപ്രണർ തന്റെ സഹോദരൻ ഫിരോസ് ഷാ ഗോദ്റെജിനൊപ്പം മുംബൈയിൽ ഒരു ചെറിയ പൂട്ട് നിർമ്മാണശാല ആരംഭിക്കുമ്പോൾ അത് ഇന്ത്യയുടെ വ്യവസായ ഭൂപടത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുകയായിരുന്നു. അക്കാലത്ത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ ആധിപത്യം പുലർത്തിയിരുന്നത്. എന്നാൽ അർദേഷിറിന്റെ ലക്ഷ്യം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളെ വെല്ലുന്ന ഗുണമേന്മയുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കണ്ടുപിടുത്തം സ്പ്രിംഗ് ഇല്ലാത്ത സുരക്ഷിതമായ പൂട്ടുകളായിരുന്നു. ഇതിന് വളരെ വേഗം തന്നെ വിപണിയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു. ഗോദ്റെജ് അന്ന് ഒരു പൂട്ട് നിർമ്മാതാവ് മാത്രമായിരുന്നില്ല, അത് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. സ്വദേശി പ്രസ്ഥാനത്തിൽ പ്രചോദനം ഉൾക്കൊണ്ട് ഗോദ്റെജ് അതിന്റെ ഉൽപ്പന്നങ്ങളിലൂടെ സ്വയം പര്യാപ്തതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചു. അർദേഷിർ ഒരു അഭിഭാഷകൻ കൂടിയായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വളരെ വ്യക്തമായിരുന്നു. ലാഭം മാത്രം ലക്ഷ്യമിടാതെ രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഗോദ്റെജ് പുതിയ മേഖലകളിലേക്ക് കടന്നു. രാജ്യത്തിന്റെ നവീകരണത്തിൽ കമ്പനി നിർണായക പങ്ക് വഹിച്ചു. 1952 ഇന്ത്യയുടെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിന് ബാലറ്റ് പെട്ടികൾ നിർമ്മിച്ചത് ഗോദ്റെജ് ആണ്. തുടർന്ന് ടൈപ്പ് റൈറ്ററുകൾ, ഓഫീസ് ഫർണിച്ചറുകൾ, സ്റ്റീൽ അലമാരകൾ, സോപ്പുകൾ, എണ്ണകൾ എന്നിങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങളിലൂടെ അവർ ഓരോ ഇന്ത്യൻ കുടുംബത്തിന്റെയും ഭാഗമായി മാറി. ഗോദ്റെജ് നമ്പർ 1, സിന്തോൾ തുടങ്ങിയ സോപ്പുകൾ, ഗോദ്റെജ് ഫ്രിഡ്ജുകൾ, ഫർണിച്ചറുകൾ എന്നിവയൊക്കെ എല്ലാ വീട്ടിലും സുപരിചിതമായി. വർഷങ്ങൾ കടന്നു പോയപ്പോൾ ഗോദ്റെജ് ഗ്രൂപ്പ് വലിയൊരു സാമ്രാജ്യമായി വളർന്നു. ഗോദ്റെജ് ഇൻഡസ്ട്രീസ്, ഗോദ്റെജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഗോദ്റെജ് അഗ്രോവെറ്റ്, ഗോദ്റെജ് പ്രോപ്പർട്ടീസ് എന്നിങ്ങനെയുള്ള വലിയ കമ്പനികൾ ഈ ഗ്രൂപ്പിന്റെ ഭാഗമായി. ഏവിയേഷൻ, കൃഷി, റിയൽ എസ്റ്റേറ്റ്, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് തുടങ്ങി നിരവധി മേഖലകളിൽ ഗോദ്റെജ് അതിന്റെ സാന്നിധ്യം അറിയിച്ചു. 100-ലധികം വർഷം പഴക്കമുള്ള ഈ ഗ്രൂപ്പ് 3-ാം തലമുറയിലെ നേതൃത്വത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ശ്രദ്ധേയമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഗോദ്റെജ് കുടുംബത്തിന്റെ ബിസിനസ് വിഭജനം. 127 വർഷം നീണ്ട കൂട്ടായ യാത്രയ്ക്ക് ശേഷം കുടുംബം രണ്ടായി പിരിയുന്നു എന്ന് പ്രഖ്യാപിച്ചത് 2024 ആദി ഗോദ്റെജ്, നാദിർ ഗോദ്റെജ് എന്നിവരുടെ കുടുംബങ്ങൾ ഒരു ഭാഗത്തും ജംഷദ് ഗോദ്റെജ്, സ്മിത കൃഷ്ണ എന്നിവരുടെ കുടുംബങ്ങൾ മറുഭാഗത്തുമായാണ് ഈ വിഭജനം നടന്നത്. ഗോദ്റെജ് ഗ്രൂപ്പിന്റെ പ്രധാന ആസ്തിയായ മുംബൈയിലെ വിക്രോളിയിലുള്ള 3400 ഏക്കറോളം വരുന്ന ഭൂമിയെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഈ വിഭജനത്തിലേക്ക് നയിച്ചത്. ഈ വിഭജനത്തിലൂടെ ഗോദ്റെജ് ഗ്രൂപ്പ് 2 പുതിയ സ്ഥാപനങ്ങളായി മാറി. ഗോദ്റെജ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പും ഗോദ്റെജ് എന്റർപ്രൈസസ് ഗ്രൂപ്പും. ഗോദ്റെജ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പ് ആദി ഗോദ്റെജും നാദിർ ഗോദ്റെജും അവരുടെ കുടുംബങ്ങളും ഈ ഗ്രൂപ്പിന്റെ ഭാഗമായി. ഗോദ്റെജ് പ്രോപ്പർട്ടീസ്, ഗോദ്റെജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഗോദ്റെജ് അഗ്രോവെറ്റ് തുടങ്ങിയ പ്രധാന ലിസ്റ്റഡ് കമ്പനികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഗ്രൂപ്പിനെ നയിക്കുന്നത് നാദിർ ഗോദ്റെജ് ആണ്. ഗോദ്റെജ് എന്റർപ്രൈസസ് ഗ്രൂപ്പ്, ജംഷദ് ഗോദ്റെജും സ്മിത കൃഷ്ണയും അവരുടെ കുടുംബങ്ങളും ഈ ഗ്രൂപ്പിന്റെ ഭാഗമായി. ഗോദ്റെജ് ആൻഡ് ബോയ്സ് മാനുഫാക്ചറിംഗ് കമ്പനി, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്, ഫർണിച്ചർ, എയറോസ്പേസ്, IT തുടങ്ങിയ ബിസിനസ്സുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ജംഷദ് ഗോദ്റെജ് ആണ് ഈ ഗ്രൂപ്പിന്റെ ചെയർമാൻ. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനും ഭാവിയിലേക്കുള്ള വളർച്ച ഉറപ്പാക്കാനും ഈ വിഭജനം അത്യാവശ്യമാണെന്ന് കമ്പനി ഔദ്യോഗികമായി അറിയിച്ചു. ഗോദ്റെജിന് വിവിധ മേഖലകളിൽ നിരവധി എതിരാളികളുണ്ട്. ഓരോ ബിസിനസ് വിഭാഗത്തിലും വ്യത്യസ്ത കമ്പനികളാണ് ഇവരുടെ പ്രധാന എതിരാളികൾ. ഹോം അപ്ലയൻസുകളുടെ വിഭാഗത്തിൽ ഗോദ്റെജ് അപ്ലയൻസസ് പ്രധാനമായി മത്സരിക്കുന്നത് LG, സാംസങ്, വോൾട്ടാസ്, ഹിറ്റാച്ചി തുടങ്ങിയ കമ്പനികളോടാണ്. റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, എയർ കണ്ടീഷണർ എന്നിവയുടെ വിപണിയിൽ ഇവർ ശക്തമായ സാന്നിധ്യമാണ്. കൺസ്യൂമർ ഉൽപ്പന്നങ്ങളിൽ ഗോദ്റെജ് കൺസ്യൂമർ പ്രൊഡക്ട്സിന്റെ എതിരാളികളാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഡാബർ, ITC, മാരിക്കോ തുടങ്ങിയ കമ്പനികൾ. സോപ്പ്, ഹെയർ കെയർ, ഹോം കെയർ ഉൽപ്പന്നങ്ങളുടെ വിപണിയിൽ ഇവർ പരസ്പരം മത്സരിക്കുന്നു. ഉദാഹരണത്തിന് സിന്തോൾ സോപ്പിന് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ലക്സ് തുടങ്ങിയവയാണ് പ്രധാന എതിരാളികൾ. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഗോദ്റെജ് പ്രോപ്പർട്ടീസിന്റെ എതിരാളികളിൽ DLF, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ്, അശോക ബിൽഡേഴ്സ് തുടങ്ങിയ മുൻനിര റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ നഗരങ്ങളിൽ ഈ കമ്പനികൾ പുതിയ പ്രൊജക്ടുകൾക്കായി മത്സരിക്കുന്നു. സെക്യൂരിറ്റി ഡിവൈസസ് വിഭാഗത്തിൽ വരുന്ന സെക്യൂരിറ്റി ലോക്സ്, സേഫുകൾ എന്നിവയുടെ വിപണിയിൽ ഗോദ്റെജിന് ഡോർസെറ്റ്, ആറ്റം, യെയിൽ, മിലാനോ പോലുള്ള കമ്പനികളിൽ നിന്ന് വെല്ലുവിളികൾ നേരിടേണ്ടി വരാറുണ്ട്.
അടുത്തിടെ റിലയൻസ് FMCG മേഖലയിലേക്ക് പ്രവേശിച്ചപ്പോഴും ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് വെല്ലുവിളിയെ നേരിടാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. ഗോദ്രേജ് ഗ്രൂപ്പിന്റെ സാമ്പത്തിക വിവരങ്ങൾ അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 2025 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് 452.45 കോടി രൂപയുടെ ലാഭം നേടി. ഇത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ ലാഭത്തിന് സമാനമാണ്. കമ്പനിയുടെ വരുമാനം 9.91% വർദ്ധിച്ച് 3661.86 കോടി രൂപയിലെത്തി. ഇന്ത്യൻ ബിസിനസ് വിഭാഗത്തിൽ വരുമാനം 7.71% വർദ്ധിച്ച് 2329.99 കോടി രൂപയായി. സോപ്പ് ബിസിനസ്സിലെ ദുർബലമായ പ്രകടനം കാരണം ലാഭത്തിൽ കുറവ് സംഭവിച്ചു. എങ്കിലും ആഫ്രിക്ക, US, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ ബിസിനസ് 30% വളർച്ച രേഖപ്പെടുത്തി. കൂടാതെ കമ്പനി ഓഹരി ഉടമകൾക്ക് ഓരോ ഷെയറിനും 5 രൂപ ഇടക്കാല ലാഭവിഹിതം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ലിമിറ്റഡിന്റെ കാര്യമെടുത്താൽ 2025 സാമ്പത്തിക വർഷത്തിലെ ഫസ്റ്റ് ക്വാർട്ടറിൽ 600.12 കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്തി. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 57.10% വർധനവാണ്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഗോദ്രേജ് ഇൻഡസ്ട്രീസ് അടുത്തിടെ 52 ആഴ്ചകളിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിരുന്നു. ഇത് നിക്ഷേപകർക്കിടയിൽ കമ്പനിക്കുള്ള ശക്തമായ വിശ്വാസത്തിന്റെ സൂചനയാണ്. ഈ സാമ്പത്തിക വിവരങ്ങൾ ഗോദ്രേജ് ഗ്രൂപ്പ് വിവിധ മേഖലകളിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്ന് കാണിക്കുന്നു, പ്രത്യേകിച്ച് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളിലും റിയൽ എസ്റ്റേറ്റിലും. വളർച്ചയുടെ പാതയിൽ ഗോദ്രേജ് ഗ്രൂപ്പിന് ചില വലിയ വെല്ലുവിളികളും നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും വലിയ ആസ്തിയായ മുംബൈയിലെ വിക്രോളി ഭൂമിയെ സംബന്ധിച്ച് നിരവധി നിയമ പ്രശ്നങ്ങൾ ഉണ്ടായി. മുംബൈയിലെ വിക്രോളിയിൽ ഗോദ്രേജിനുള്ളത് ഏകദേശം 3400 ഏക്കറോളം ഭൂമിയാണ്. ഇതിൽ ഏകദേശം 1750 ഏക്കർ കണ്ടൽക്കാടുകളാണ്. ഈ ഭൂമി ഒരു വലിയ കണ്ടൽ സംരക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗമാണ്. 1950കളിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് വാങ്ങിയ ഈ ഭൂമി പതിറ്റാണ്ടുകളായി തർക്ക വിഷയമാണ്. വിക്രോളിയിലെ ഭൂമിയിലെ കണ്ടൽക്കാടുകൾക്ക് സംരക്ഷണം ആവശ്യമുണ്ട് എന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഈ കണ്ടൽക്കാടുകൾ മുംബൈ നഗരത്തിന്റെ ശ്വാസകോശമായാണ് അറിയപ്പെടുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി സർക്കാരുമായി ഗോദ്രേജ് ഗ്രൂപ്പ് വർഷങ്ങളോളം നിയമയുദ്ധം നടത്തി. 2018 മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് ഈ ഭൂമിയിലെ ഒരു ചെറിയ ഭാഗം ഏറ്റെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഗോദ്രേജ് ഗ്രൂപ്പ് ഇതിനെ എതിർത്ത് കോടതിയെ സമീപിച്ചു. ഭൂമി തങ്ങളുടേതാണ് എന്നും അതിന് നഷ്ടപരിഹാരം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ കോടതി ഈ ഭൂമി സർക്കാരിൻ്റെതാണ് എന്ന് വിധി പ്രസ്താവിച്ചു. എങ്കിലും ഈ നിയമയുദ്ധങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. ഈ നിയമപ്രശ്നങ്ങൾ കൂടാതെ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് എന്ന കമ്പനിക്കെതിരെ ഉപഭോക്താക്കളിൽ നിന്ന് ചില പരാതികൾ ഉയർന്നു വന്നിരുന്നു. ഗുരുഗ്രാമിലെ ഗോദ്രേജ് സമ്മിറ്റ് എന്ന പ്രൊജക്ടിന്റെ നിർമ്മാണത്തിൽ വലിയ കാലതാമസം ഉണ്ടായതായി ഉപഭോക്താക്കൾ പരാതിപ്പെട്ടു. കൂടാതെ വാഗ്ദാനം ചെയ്ത പല സൗകര്യങ്ങളും നൽകിയില്ല എന്നും ആരോപണങ്ങളുണ്ടായി. ഈ വിഷയത്തിൽ ഉപഭോക്തൃ കോടതി ഗോദ്രേജ് പ്രോപ്പർട്ടീസിന് വലിയ തുക പിഴയായി ചുമത്തുകയും ഉപഭോക്താക്കൾക്ക് പണം തിരികെ നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇത് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ കാരണം ഗോദ്രേജ് പ്രോപ്പർട്ടീസ് പലപ്പോഴും നിയമക്കുരുക്കുകളിൽ പെട്ടിട്ടുണ്ട്. ഈ വിവാദങ്ങൾക്കിടയിലും ഗോദ്രേജ് ഗ്രൂപ്പ് അവരുടെ സാമൂഹിക പ്രതിബദ്ധതയിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസം, പരിസ്ഥിതി സംരക്ഷണം, ആരോഗ്യരംഗം, നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നു. ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ജലം സംരക്ഷിക്കുന്നതിനുള്ള ഉദ്യമങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഗോദ്രേജ് ആൻഡ് ബോയ്സ് മാനുഫാക്ചറിംഗ് കമ്പനിയുടെ സ്ഥാപകനായ അർദേശിത് ഗോദ്രേജ് തന്റെ എല്ലാ സ്വത്തുക്കളും ഒരു ട്രസ്റ്റിന് കൈമാറിയത് ഒരു ഉദാഹരണമാണ്. ഈ ട്രസ്റ്റിന്റെ വരുമാനം ദാനധർമ്മങ്ങൾക്കും മറ്റു നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. വിജയങ്ങളുടെയും വെല്ലുവിളികളുടെയും വിവാദങ്ങളുടെയും ഒരു നീണ്ട ചരിത്രമാണ് ഗോദ്രേജിന് പറയാനുള്ളത്. കുടുംബത്തിലെ വിഭജനം ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടു. ഈ രണ്ട് ഗ്രൂപ്പുകളും അവരുടേതായ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകം അവരെ പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. ഗോദ്രേജ് എന്ന പേര് ഇനിയും ഒരുപാട് കാലം ഇന്ത്യയുടെ വളർച്ചയുടെ കഥയുടെ ഭാഗമായി തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളർച്ചയുടെ പാതയിൽ ഗോദ്രേജ് മുന്നോട്ടു പോകുമ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന നിയമപ്രശ്നങ്ങളും പരിസ്ഥിതിപരമായ വെല്ലുവിളികളും പരിഹരിക്കേണ്ടതുണ്ട്. സത്യസന്ധമായ ബിസിനസ് നയങ്ങളും സാമൂഹിക പ്രതിബദ്ധതയും ഉയർത്തിപ്പിടിച്ചാൽ മാത്രമേ ഒരു സ്ഥാപനത്തിന് നിലനിൽക്കാൻ കഴിയൂ. ഗോദ്രേജ് എന്ന സ്ഥാപനത്തിന് ആ പാതയിൽ മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.